എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ്? ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. യേശുവിനെ പറ്റി മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആര് എന്ന് പറയുന്നു? യേശുവിനോടൊപ്പം എപ്പോഴും ഉള്ളവരും യേശുവിനെ കൂടുതൽ അടുത്ത് അറിയുന്നവരുമായിരുന്നു ശിഷ്യന്മാർ. അപ്പോൾ അവരുടെ സാക്ഷ്യം ഏറ്റവും വലിയതാണ്. യേശു തമ്പുരാന്റെ ചോദ്യത്തിന് ശിമോൻ പത്രോസ് ഇവിടെ മറുപടി പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. ഈ ക്രിസ്തു എനിക്ക് ആരാണ്? വ്യക്തികൾ എന്ന നിലയിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് എന്ത് സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി അവനിൽ സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവൻ മതിയായവൻ എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടോ? മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നറിയുമ്പോൾ തിരുത്തലുകൾ വേണ്ടിടത്ത് കൂടുതൽ തിരുത്തലുകൾ നടത്തി ഒന്നുകൂടി വിശുദ്ധിയിലേക്ക് ആയിത്തീരുവാൻ നമുക്ക് സംഗതിയാകും. നമ്മുടെ സമൂഹത്തിൽ നമ്മെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മുടെ ഭവനത്തിൽ നമ്മെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ പരിശുദ്ധ നോമ്പിൽ നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയ്ക്ക് ഞാൻ എന്ത് സ്ഥാനം നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനും അവിടുന്ന് എല്ലാറ്റിനും മതിയായവൻ എന്ന് വിശ്വസിക്കുവാനും എനിക്ക് സംഗതിയാകുമാറാകണമേ. എന്നിലേക്ക് തന്നെ ഒന്ന് നോക്കി എൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് വേണ്ട പരിവർത്തനം നടത്തുവാൻ എനിക്ക് സാധിക്കണമേ. ആമീൻ.